പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നു. എല്ലാവരും പുതിയ അഡ്മിഷന് വേണ്ടിയൊക്കെ തിരക്കുന്ന സമയമാണ്. ഒരുപാട് കുട്ടികളിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവർ വിചാരിച്ച കാര്യങ്ങൾ പോലും കാര്യങ്ങൾ നടന്നിട്ടില്ല, വിചാരിച്ച അത്രയും മാർക്ക് കിട്ടിയിട്ടില്ല, എഴുതിയ എൻട്രൻസ് എക്സാമുകൾ ശരിയായിട്ടില്ല. അപ്പോൾ ഈ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് ഒരുപാട് പേർ ഇറങ്ങിയിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സീറ്റ് തീർന്നു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങിൻ്റെയും പ്രൊഫഷണൽ കോഴ്സിൻ്റെയും ഒക്കെ ഏജൻറ്റുമാരെല്ലാം ഇവിടെ ഇറങ്ങി നടപ്പുണ്ട്. അതുപോലെ നേഴ്സിംഗ് എന്നൊക്കെ പറയുന്നത് എന്തോ ഭയങ്കര സംഭവമാണ്, അതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കീഴടക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറമായിട്ട് വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോയി പഠിപ്പിക്കാനുള്ള പരിപാടികളുമായിട്ട് കുറേ പേർ ഇറങ്ങിയിട്ടുണ്ട്. അതിനേക്കാളും വലുതാണ് ഈ പല കോഴ്സുകൾക്കും വലിയ ഫാൻസി പേരുകളൊക്കെ ഇട്ടിട്ട്, ഒരിക്കലും ചേരാത്ത തരത്തിലുള്ള ഫാൻസി പേരുകളൊക്കെ ഇട്ടിട്ട് ഒരുപാട് കോഴ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ മക്കളുടെ കപ്പാസിറ്റി എന്താണ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ പേഴ്സണാലിറ്റി എന്താണ്, എന്തും വേണ്ടി ഹെൽത്ത് ഉണ്ട്, അവർക്ക് പഠിക്കാനുള്ള താല്പര്യം എന്തും വേണ്ടിയുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെയധികം ആലോചിച്ച് അറിവുള്ളവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഈ ധൃതി പിടിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങളെ അവരുടെ കുടുക്കിലാക്കുക. അതൊരു വലിയ തന്ത്രമാണ്, വലിയൊരു കച്ചവടമാണ് ഇതിൻ്റെയൊക്കെ പേരിൽ ഈ നാട്ടിൽ നടക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഭാവിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്കൂളുകളൊക്കെ ഈ കാര്യത്തിൽ വലിയ അശ്രദ്ധ, പ്രത്യേകിച്ച് ഒരു കരിയർ ഗൈഡൻസ് ആട്ടെ ഇങ്ങനെ ഒന്നും കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾ യാതൊരു അറിവില്ലാതെ ചന്തയിലിറങ്ങി നിൽക്കുകയാണ്. ഇവരെ പറ്റിക്കാനായിട്ട് വളരെയധികം ക്രൂഡായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ ഒരു നല്ല കരിയർ ഗൈഡൻസ് എടുക്കുക, ഇല്ലെങ്കിൽ അറിവുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക. ധൃതി പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ആവശ്യം പോലെ സീറ്റ് എല്ലാ രംഗത്തും ഇഷ്ടം പോലെയുണ്ട്. ഇതെല്ലാം നേരത്തെ ഫില്ല് ചെയ്തിച്ച് ഓരോ കോളേജുകൾ അവരുടെ രക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ ധൃതി പിടിപ്പിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ പോയി നിങ്ങൾ വിക്റ്റിമായി വീഴാതിരിക്കുക.